ശബരിമലയിൽ ധാരാളം കരാറുകാർ പലതരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാറുണ്ട്, ടെൻഡറുകൾ ഏർപ്പെടാറുണ്ട്. ഏലക്ക, അതുപോലെ തന്നെ അപ്പം, അരവണ, അങ്ങനെ പല പല കരാറുകൾ ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ സജീവനും കരാർ ഏറ്റെടുക്കാൻ പോകുന്നത്. ഏലക്ക, ശബരിമലയ്ക്ക് ആവശ്യമായ ഏലക്ക കൊടുക്കുക, അത് ഒന്നാം തരം ക്വാളിറ്റിയുള്ള ഏലക്ക കൊടുക്കുകയായിരുന്നു സജീവൻ ഏറ്റെടുത്ത കരാർ. അതിന് ഏലക്ക വാങ്ങാൻ നിന്നപ്പോഴാണ് സജീവന് ഒരു പാര വീഴുന്നത്. സജീവൻ്റെ അയൽക്കാരനാണ് ആ പാര വെച്ചത്. അയാളുടെ പേര് ശശിധരൻ എന്നാണ്. ശശിധരൻ കൊടുത്ത പാര എന്ന് പറഞ്ഞാൽ 8-ന്റെ പാരയാണ്. ഇവർ ടെൻഡർ തുക എന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപയുടെ ടെൻഡർ തുകയ്ക്ക് നിലയ്ക്കലിൽ പാർക്കിംഗ് ആണ് പിടിക്കുന്നത്. ടെൻഡർ പിടിക്കുന്നു. അതിൽ ഏകദേശം പകുതി തുക അടച്ചിട്ട് പിന്നീട് GST അടയ്ക്കേണ്ടി വരുന്നു. അങ്ങനെ 2ാം ഘടു പറ്റാതെ വരുന്നു. പിന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ, അങ്ങനെയൊക്കെ വന്ന് ഏകദേശം 1 വർഷത്തേക്കാണ് കരാർ ടെൻഡർ ക്ഷണിക്കുന്നത്, ടെൻഡർ എടുക്കുന്നത്. പക്ഷേ ഇവർക്ക് അത് വെറും 60 ദിവസം മാത്രമേ തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. 60 ദിവസം കൊണ്ട് ഇവർക്ക് കരാർ റദ്ദാക്കി, അല്ലെങ്കിൽ ടെൻഡർ റദ്ദാക്കി മടങ്ങേണ്ടി വന്നു. ഇതിനകത്ത് ഈ സജീവന് നഷ്ടപ്പെട്ടത് 64 ലക്ഷം രൂപയാണ്. 1,90,00,000 രൂപ അവിടെ നിന്ന് പിരിഞ്ഞു കിട്ടിയെന്ന് ഈ സജീവൻ്റെ പാർട്ട്ണറായ, അല്ലെങ്കിൽ സജീവനെ ഈ കുരുക്കിൽ ചാടിച്ച ശശിധരൻ സമ്മതിക്കുന്നുമുണ്ട്. ഈ പൈസ മുഴുവൻ എങ്ങോട്ട് പോയി? ശശിധരൻ അടിച്ചു മാറ്റി എന്നത് വ്യക്തമാണ്. ശശിധരൻ ഈ പൈസ കൊണ്ടുപോയി. ശശിധരൻ പല ആളുകൾക്ക് കൊടുത്തു. അതിനുണ്ട് ആളുകൾ, സുരേന്ദ്രൻ, ഒച്ചിറ, തോംസൺ, ചന്ദ്രസേനൻ, വിദ്യാസേനൻ, ഇന്ദിര തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. പൈസ ഈ ശശിധരൻ കൊടുത്ത ആളുകൾ, ശശിധരൻ അവരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ രേഖകളും സജീവൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്, ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുമുണ്ട്. സജീവൻ്റെ വാക്കുകളിലേക്ക് പോകാം. സജീവൻ ഇക്കാര്യങ്ങളും വിശദമായി പറയുന്നുണ്ട്. സജീവൻ ചേട്ടാ, ശബരിമല എപ്പോഴും വിവാദ ഭൂമിയാണ്. പ്രത്യേകിച്ച് 2022-23 കാലഘട്ടമൊക്കെ ആ വിവാദം ഒഴിഞ്ഞ് ഒന്ന് നടുനിവർത്തുന്ന സമയം. അവിടെയാണ് നിലയ്ക്കലിൽ പാർക്കിങ്ങിന് ചേട്ടനൊക്കെ കരാർ എടുക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? ഇതിനകത്ത് എന്തെങ്കിലും ലാഭം നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ലാഭങ്ങളോ പോയിട്ട് മുതൽ പോലും കിട്ടിയിട്ടില്ല. കൂടാതെ തന്നെ ഈ ടെൻഡർ എടുക്കാൻ ഞാൻ ഇച്ചിരി ഏലക്കയുടെ ഏർപ്പാടുമായിട്ട് ഞാൻ ഈ ഇടുക്കി നിൽക്കുമ്പോഴാണ് ഈ ശശി എന്ന് പറയുന്ന ശശിധരൻ എന്നെ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ച് എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞ ഏലക്ക എടുക്കാൻ വന്നതാണ്. അപ്പം എവിടത്തേക്കാണ്? ഞാൻ പറഞ്ഞ ശബരിമലയിലേക്കാണ്. ശബരിമല നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞ ഒത്തിരി ഉണ്ട്. ഞാൻ അന്ന് തന്നെ ആ നോട്ടിഫിക്കേഷൻ കക്ഷിയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കക്ഷി ഞാൻ അടുത്ത ദിവസം എന്നെ വിളിച്ചു, ഞങ്ങളിരുന്ന് സംസാരിച്ചു, പാർക്കിംഗ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കക്ഷി ആവശ്യപ്പെട്ടു, നാളെ ഞാനൊരു വിദേശ ടൂറിന് പോവുകയാണ്, 5 ദിവസത്തെ ടൂറിന് പോവുകയാണ്, ഈ ടെൻഡർ നീ എങ്ങനെങ്കിലും ഒന്ന് എടുക്കണം. ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ സാമ്പത്തികം ഇപ്പോൾ ഇല്ല, പൈസ ഒന്നുമില്ല എടുക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നീ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് എവിടെന്നെങ്കിലും മറിച്ചോ തിരിച്ചോ അത് ടെൻഡർ ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു, നമുക്ക് ബാക്കി പൈസ ഞാൻ അടച്ച് പോയിക്കൊള്ളാം എന്നുള്ള ഉദ്ദേശധാരണയിൽ പറഞ്ഞ് ഏർപ്പാടാക്കി. ഞാൻ കിട്ടാവുന്നിടത്തുനിന്നെല്ലാം പൈസ സംഘടിപ്പിച്ച് ടെൻഡർ അറ്റൻഡ് ചെയ്തു. ടെൻഡർ എടുത്ത അന്ന് തന്നെ ടെൻഡർ കിട്ടിയ അന്ന് തന്നെ കക്ഷിക്ക് ഞാൻ മെസ്സേജ് വിട്ടു കൊടുത്തു, നമുക്ക് ടെൻഡർ കിട്ടിയണ എന്നും പറഞ്ഞ് മെസ്സേജ് വിട്ടു കൊടുത്തു. അത് കഴിഞ്ഞ് കക്ഷി വന്ന് കറക്റ്റ് 5-ാം തീയതി ആയിരുന്നു പൈസ അടയ്ക്കേണ്ട ഒരു ഡേറ്റ്. ആ ഡേറ്റ് തന്നെ അദ്ദേഹം 1,29,00,000 രൂപ ആയി അടുത്ത് തന്നെ അതിനകത്ത് ഞങ്ങൾ രണ്ടും കൂടി അടച്ചു. എന്നിട്ട് ഫസ്റ്റ് ഗഡുവായ 50% അടച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗഡു അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ GST അടയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പം അതുകൊണ്ട് ആ ടെൻഡർ പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമാണ്. അങ്ങനെ കോടതിയുടെ പല നിർദ്ദേശങ്ങൾ വന്നതനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കായി. അപ്പോൾ അത് ടെൻഡർ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞ് ഈ സാമ്പത്തികം മൊത്തം അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു. അന്ന് പോരുന്ന ദിവസം ജനുവരി 10-ാം തീയതി അവിടുന്ന് പോരുന്ന ദിവസം തന്നെ അദ്ദേഹം എൻ്റെ അക്കൗണ്ടിൽ കിടന്ന എല്ലാ പൈസയും 2,000 രൂപ ഒഴിച്ച് ബാക്കി എല്ലാ പൈസയും കക്ഷി അതിൽ നിന്ന് ചെക്ക് വഴി ട്രാൻസ്ഫർ ചെയ്യേണ്ടവർക്ക് ട്രാൻസ്ഫറും ചെയ്തു. ബാക്കി പൈസ മൊത്തം അദ്ദേഹം ബാഗിൽ നിറച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്നിട്ട് നമുക്ക് കണക്ക് കൂട്ടി നമുക്ക് ഏർപ്പാടുകളെല്ലാം ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് പോയത്. പക്ഷേ കണക്ക് കൂട്ടുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ച് വന്നപ്പോൾ രണ്ടുപേരും കൂടി സംസാരിച്ച് തെറ്റി. അദ്ദേഹം പൈസ തരാതിരിക്കാൻ വേണ്ടി എനിക്ക് കൊണ്ടുപോയി എൻ്റെ പേരിൽ 2 കേസ് ഫയൽ ചെയ്ത്. എന്നാൽ അദ്ദേഹം എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടതിന് തെളിവായിട്ട് അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് 4 ചെക്ക് വാങ്ങിയായിരുന്നു. ഈ ചെക്കിൽ ഒരു ചെക്ക് അദ്ദേഹം കൊണ്ടുവന്ന് 50 ലക്ഷം രൂപയ്ക്ക് കേസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തി ഭർത്താവായ സുരേന്ദ്രൻ എന്ന് പറയുന്ന കക്ഷി ഞങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഒരൊറ്റ പ്രാവശ്യം ഞാൻ ഇദ്ദേഹമായിട്ട് കാണുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല കക്ഷിയെ. ഞങ്ങൾ തമ്മിൽ ഒരു ഫോൺ സന്ദേശം പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെ കൊണ്ടും ഒരു 40 ലക്ഷം രൂപയ്ക്ക് കേസ് കൊടുപ്പിച്ചു. അങ്ങനെ 90 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനും അദ്ദേഹവും
സുരേന്ദ്രൻ്റെ ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അവരും വിജി എന്നാണ് പേര്. അവരും പിന്നെ ഈ ശശിയുടെ ഭാര്യ സ്മിതയും കൂടിയാണ് ഈ ഒരു ഏർപ്പാടുണ്ടാക്കി അവരുടെ അളിയനായ എന്നുവെച്ചാൽ ശശിയുടെ സ്വന്തം പെങ്ങളുടെ ഭർത്താവായ അളിയൻ പ്രഹ്ലാദൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ ഏർപ്പാട് എടുത്ത് ഇവരുടെ ഗൂഢാലോചനയായിട്ട് എൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഒരു സിവിൽ കേസും ഫയൽ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ബാധ്യതയും കടങ്ങളും കൊണ്ട് ഞാൻ പ്രതിമുട്ടിയിരിക്കുകയാണ്. ഒരു റിട്ടയേർഡ് സൈനികനാണ്, അർദ്ധസൈനികനാണ്, കോൺട്രാക്ടറാണ്. ഇതുപോലെ അബദ്ധങ്ങൾ, പ്രത്യേകിച്ച് അയൽക്കാരൻ ശശിധരൻ നിലയ്ക്കൽ ഏകദേശം 2.5 കോടിയിലധികം രൂപയാണ് പാർക്കിങ്ങിന് ദേവസ്വത്തിന് ടെൻഡർ തുക അടയ്ക്കേണ്ടത്. അതടച്ചു. എത്ര രൂപയാണ് അവിടെ നിന്ന് പിരിഞ്ഞു കിട്ടിയത് ആ കാലയളവിൽ? ആ തുകയാണല്ലോ ഈ ശശിധരൻ കൊണ്ടുപോയത്. അതിൻ്റെ കണക്കുകൾ മൊത്തം ശശിധരൻ്റെ കൈവശമാണ്. കണക്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് 1,90,00,000 രൂപ പിരിഞ്ഞു കിട്ടിയെന്നും അതുകൂടാതെ കണക്കിൽ പെടാതെ 45 ലക്ഷം രൂപയോളം എടുത്തിട്ടുണ്ടെന്നുള്ളതും അദ്ദേഹം വോയിസ് മെസ്സേജ് ഉണ്ട്. എൻ്റെ ഈ പറയുന്നതായിട്ട് എൻ്റെ കൈവശമുണ്ട്. അത് കേട്ടാൽ മനസ്സിലാവും. അത് തന്നെ വന്നത് കണക്കാണ് ഞാൻ ഈ പറഞ്ഞ 1,20,150 കാശ് നമ്മള് പിന്നെ വന്നിട്ടുണ്ട്. എത്ര? എല്ലാം കൂടെ നമ്മുടെ കൈ വന്നിട്ടുള്ളത് എല്ലാം കൂടെ എത്ര? 150 വന്നിട്ടുണ്ടെന്ന്. 150? അതിനകത്ത് കണക്കിൽപ്പെടാത്ത കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട്. അറിയുണ്ടായോ? നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള കാശ് എന്ന് വെച്ചാൽ 1 രൂപയാണ്. അതിൽ കൂടുതൽ വന്നിട്ടില്ലെന്നുള്ളതാണ് പറയുന്നത്. അതെ. നമ്മുടെ കൈ വന്നയാണല്ലോ. ഒരു ശമ്പളം കൊടുത്ത കാശ് നമ്മുടെ കൈ വന്നില്ലയോ? അത് തന്നെ നമ്മൾ അവിടുന്ന് പിരിച്ച കാശാണ് 1 രൂപ എന്നാണ് പറയുന്നത്. അതിനകത്തു നിന്നാണ് നമ്മൾ ചെലവ് കൊടുത്തിട്ടുള്ളത്. അല്ല, ചെലവ് അത് കൂടാതാണല്ല. നമ്മൾ കാശ് ബാങ്കിൽ അടച്ചേക്കുന്നതിന്റെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അത് കൂടാതാണ്. അപ്പം ചെലവിനുള്ള പൈസയോട് ഇതിന്റെ കൂടെ നമുക്ക് അവിടെ പിരിവ് വന്നിട്ടുണ്ട്. അതെ. അപ്പൊ അത് മൊത്തത്തിലുള്ള എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ നമുക്കൊരു കണക്കില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും പൈസ അദ്ദേഹം ആകെ അവിടെ ഇറക്കി ചെലവാക്കിയിരിക്കുന്ന പൈസ 1,45,00,000 രൂപയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ രേഖയും എൻ്റെ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി തന്ന രേഖയാണിത്. ഇത് ബാക്കി മൊത്തം പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. അദ്ദേഹം നമ്മുടെ കാശിൻ്റെ മൊത്തം ഏർപ്പാടും നടത്തിയത്. ഇത്രയും പൈസ എനിക്ക് വേണ്ട 65 ലക്ഷം രൂപയും മേളിൽ ഇപ്പം ബാധ്യതയായിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സിൽ. ഈ 65 ലക്ഷം രൂപ സജീവൻ ചേട്ടൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൂല സമീപനമുണ്ടായപ്പോൾ ഇദ്ദേഹം പാർട്ണർ അല്ല എന്ന് പറഞ്ഞിട്ട് ആണ് കേസ് കൊടുക്കുന്നത്, ഹൈക്കോടതിയുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അത് തന്നെ ഹൈക്കോടതിയുടെ ഫൈനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കാര്യം അദ്ദേഹം പാർട്ണർ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു കാരണവുമില്ലാതെ എൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഈ 2 കേസ് ഫയൽ ചെയ്തേക്കുന്നത്. 50 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് 40 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും. പക്ഷേ ഇദ്ദേഹം 50 ലക്ഷം രൂപ എന്ന് പറയുന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് 53,92,000 രൂപ അദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ട്. ആ ആളാണ് പറയുന്നത് 50 ലക്ഷം രൂപ കടം ആവശ്യപ്പെട്ടെന്ന്. എൻ്റെ ഈ ഇരിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഇതിന് മൊത്തം തെളിവാണ്. ഇതിനകത്ത് അദ്ദേഹം എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നതിൻ്റെ മൊത്തം തെളിവും ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ട് തിരിച്ചിട്ട് കൊടുത്തതിൻ്റെ മൊത്തം തെളിവും അദ്ദേഹം എഴുതി തന്നത് കൊടുക്കാനുള്ളതിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ശശിധരൻ എന്താണ് ഹാർഡ്വെയർ ഷോപ്പ്, സിമൻറ്റ് ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തിയാണ്. ഇത് ഡാൽമിയ സിമൻറ്റിൻ്റെ ലെറ്റർ പാഡാണ്. അതിനകത്താണ് ശശിധരൻ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം നിയമപരമായി പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ ശശിധരൻ എന്ന് പറയുന്ന തൊട്ട അയൽപക്കത്തുള്ള ഒരാൾ ഇങ്ങനെ കൊടും ചതി, അതും 1,52,00,000, അതായത് ഏകദേശം 1.5 കോടിയിലധികം രൂപയുടെ വലിയ ബാധ്യത, ഫൈൻ, ഹൈക്കോടതിയിൽ ഫൈൻ കെട്ടേണ്ട അവസ്ഥ ഈ പാവം കോൺട്രാക്ടർക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവരൊക്കെ കൈ കഴുകുകയും ചെയ്തു. എന്നിട്ട് മറ്റൊരു രസകരമായ സംഭവം, ഈ നിലയ്ക്കൽ പാർക്കിങ്ങുമായുള്ള സംഭവം, അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണം ഞാൻ കേൾപ്പിച്ചു തരാം. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്ര രൂപ കിട്ടി, അതിനകത്ത് ഇത്ര ചെലവഴിച്ചു. അതായത് ഈ കാശ് വാങ്ങിയിരിക്കുന്നത് സുരേന്ദ്രൻ്റെ ഭാര്യ തുടങ്ങിയ ആളുകളിൽ നിന്ന് ഈ പറയുന്ന ശശിധരൻ കാശ് വാങ്ങിയിട്ടുണ്ട്. ആ കാശൊക്കെ തിരികെ കൊടുത്തു, ചെലവിനത്തിൽ തിരികെ കൊടുത്തു. കാശ് വാങ്ങിയത് ശശിധരൻ, ആ ചെലവിനത്തിൽ തിരികെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശശിധരൻ്റെ ലാഭവിഹിതവും എടുത്തു. 40 ലക്ഷം കുറെ ചെലവിന് അല്ലാതെ എടുത്തു. എന്നിട്ട് ആ പൈസയൊക്കെ നിങ്ങളുടെ വരവിലാണ് കണക്ക് കൂട്ടേണ്ടത് എന്ന തരത്തിലാണ് പറയുന്നത്. ചുരുക്കത്തിൽ 1,90,00,000 രൂപ പാർക്കിംഗ് ഫീസിനത്തിൽ അവിടെ ചെയ്തിരുന്ന സമയത്ത് ലഭിച്ചു.
തൊഴിലാളികളുടെ ശമ്പളം കഴിഞ്ഞ് 1,90,00,000 രൂപ ലഭിച്ചതിൽ അക്കൗണ്ട് വഴിയും അല്ലാതെയും 40 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കിട്ടിയത് അയാൾ ചെലവഴിച്ചു. എങ്ങനെ? 2,000 രൂപ ഒഴികെ ബാക്കി മുഴുവൻ ചെലവഴിച്ചതൊക്കെ ഇദ്ദേഹത്തിന്റെ, സജീവൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ പൈസയൊക്കെ നിങ്ങളാണ് എടുത്തിട്ടുള്ളത്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ആ കണക്കുകൾ വ്യക്തമായി കടലാസിൽ എഴുതി തരാമെന്ന് ഒരു ശബ്ദ സന്ദേശവുമുണ്ട്. അപ്പോൾ എന്തുമാത്രം ക്രൂക്കഡാണ് ആ ശശിധരൻ എന്ന് പറയുന്ന അയൽക്കാരൻ. ഇങ്ങനെയൊക്കെ ക്രൂരത കാണിക്കുന്ന അയൽക്കാർ ഉള്ള നാടായി കേരളം അധപ്പതിച്ചിരിക്കുകയാണ്. ഈ കേസൊക്കെയാണ് കേരളത്തിൽ ഇത്തരം കോൺട്രാക്ടർമാരെയൊക്കെ അപകടത്തിൽപ്പെടുത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വെള്ളാനകളുടെ നാടിൽ മോഹൻലാലൊക്കെ അവതരിപ്പിച്ച ആ കഥാപാത്രം, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സജീവൻ ചേട്ടനൊക്കെ നന്മ ഭവിക്കട്ടെ, അദ്ദേഹത്തിനൊക്കെ നീതിപീഠത്തിൽ നിന്നും നീതി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും ആശംസിക്കാനും മാത്രമല്ലേ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് കഴിയുകയുള്ളൂ. ഈ അഭിമുഖം കണ്ടു കഴിഞ്ഞല്ലോ. അഭിമുഖത്തിൽ വ്യക്തമല്ലേ എല്ലാ കാര്യങ്ങളും. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കബളിപ്പിക്കാമോ? അയൽക്കാരനാണ്, സ്വന്തം അയൽക്കാരൻ, അണ്ണൻ എന്നാണ് സജീവൻ അയാളെ സംബോധന ചെയ്യുന്നത്. എന്ത് ക്രൂരമായാണ് സജീവൻ എന്ന ഹൃദ്രോഗിയെ, ഒരു മുൻ സൈനികനെ ഈ ശശിധരൻ കബളിപ്പിച്ചത്. ഇത്രയും കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വീണ്ടും സജീവനെ കേസിൽപ്പെടുത്തി കുരുക്കാൻ നാണമില്ലാതെ പെരുമാറുന്ന ഈ ശശിധരനെയൊക്കെ കയ്യാമം വെച്ച് അകത്തിടേണ്ടതല്ലേ? ഈ കേസുകൾ എന്തിനു കൊടുത്തു? വെറുതെ കേസുകൾ കൊടുത്ത് വീണ്ടും വീണ്ടും സജീവൻ എന്ന ഈ പാവം മനുഷ്യനെ നിയമക്കുരുക്കിൽപ്പെടുത്തി. എന്താണ് ബ്ലാക്ക് ലിസ്റ്റ്? ഇനി ഒരിക്കലും ശബരിമലയിൽ പോയി ഒരു ടെൻഡർ എടുക്കാൻ ഈ സജീവന് കഴിയില്ല. ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി. ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ വിമർശനം. ഒരു തെറ്റും ചെയ്യാതെ ഹൈക്കോടതി സജീവനെ ഇഷ്ടം പോലെ വിമർശിച്ചു. ഒരു രൂപ കിട്ടിയിട്ടില്ല. ആകെ 2,000 രൂപയാണ് അക്കൗണ്ടിലുണ്ടായിരുന്നത്. അതിൻ്റെ ലിസ്റ്റ്, ആ ബാങ്കിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഈ സ്ക്രീനിൽ നിന്ന് ഈ എതിർ പാർട്ടികൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റൊക്കെ അടിച്ചു മാറ്റി എന്തെങ്കിലും ഉപയോഗിക്കുമോ എന്നെനിക്കറിയില്ല. ഏതായാലും ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സത്യസന്ധമാണല്ലോ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അറിയാമല്ലോ സജീവൻ എത്ര കൊണ്ടുപോയി, എത്ര ആരൊക്കെയാണ് കൊണ്ടുപോയതെന്ന് കൃത്യമായി അറിയാമല്ലോ. ഈ വന്ന തുക മുഴുവൻ കൊണ്ടുപോയത് ശശിധരനാണ്. എന്നിട്ട് 1 രൂപ പോലും കൊടുക്കാതെ ഈ സജീവനെ കബളിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഇല്ലാത്ത കേസുകൾ, പാർട്ട്ണറായിരുന്നിട്ട് ഹൈക്കോടതി പറഞ്ഞ ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥനായിരുന്നിട്ട് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി മാത്രം കള്ളക്കേസ് കൊടുത്ത് ഹൈക്കോടതിയുടെ കണ്ണിൽ പോലും മണ്ണിട്ട് മൂടിയ ഈ നിയമവിരുദ്ധനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കേരള പോലീസിന് കഴിയണം, അല്ലെങ്കിൽ വിജിലൻസിന് കഴിയണം, ദേവസ്വം ബോർഡിന് കഴിയണം. അതാണ് വേണ്ടത്. ശശിധരനൊക്കെ എത്രയും വേഗം ജയിലിൽ അടയ്ക്കപ്പെടേണ്ട വ്യക്തികളാണെന്ന് സമർത്ഥിക്കാൻ ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്?